പേര്. ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത് സമഗ്ര ആധിപത്യം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഏകാധിപത്യം, സമഗ്രാധിപത്യം എന്നൊക്കെ ഈ ടോട്ടാലിറ്റേറിയനിസത്തിന് ഒരു നിർവചിക്കാം നമുക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് അറിയായിരിക്കും മുസോളിനി അല്ലെങ്കിൽ ഹിറ്റ്ലർ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഏകാധിപതികളായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകാധിപത്യം എന്താണ്, ഏകാധിപത്യത്തില് ഡെമോക്രസിയുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഏകാധിപത്യത്തിന് അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുമുള്ളൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. This chapter deals with the totalitarian political system. We will start the chapter with the totalitarian form of government and there proceed to the rise of totalitarianism, fascism in Italy, Stalin's totalitarian state, and Nazism in Germany. Then we shall discuss the major territories of totalitarianism. The government can be divided into two categories: democracies and dictatorships. The democracy, the people tell the leaders that to do, and in the dictatorship, the leaders tell the people what to do. അതായത് നമുക്ക് ഗവൺമെന്റിനെ തന്നെ രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനിസം ആണ്, അല്ലെങ്കിൽ ഏകാധിപതികളാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിലാണെങ്കിൽ നമ്മുടെ ജനങ്ങളാണ് നമ്മുടെ ഭരണാധികാരികളോട് എന്ത് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് വോട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൂടാതെ നമ്മുടെ പല പല നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ പീപ്പിൾസിന്റെ ഇൻട്രസ്റ്റ് കൂടെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം നമുക്ക് ചേരുന്നതല്ല അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിൽ നമ്മൾക്ക് അവിടുത്തെ ആളുകൾക്ക് അതിനെതിരെ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ആ ഒരു നിയമം വരരുത് എന്നുള്ള കാര്യത്തിൽ പരാതി സമർപ്പിക്കാനോ അതിനെതിരെ സംഘർഷങ്ങളിലൊക്കെ ഇടപെടാനോ സമരങ്ങൾ നടത്താനൊക്കെ ഉള്ള ഒരു അധികാരമുണ്ട്. പക്ഷേ ഏകാധിപത്യ രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ ഒരു ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തില് ആളുകൾ എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തീരുമാനിക്കുക. അപ്പൊ അയാളുടെ ഇഷ്ടം അനുസരിച്ച് വേണം ആ ഒരു രാഷ്ട്രത്തിലെ ആളുകളെല്ലാം പ്രവർത്തിക്കാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹിറ്റ്ലറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുസോളിനിയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇവരൊക്കെ ഏകാധിപതികളായിരുന്നു. ഇവരുടെ ഒക്കെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്താണ് ആ രാജ്യത്തെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരുന്നത്. ഇപ്പൊ ഹിറ്റ്ലർ ആണെങ്കിൽ പോലും യഹൂദരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു ഈ വംശീയത അല്ലെങ്കിൽ വംശീയ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ഹിറ്റ്ലറിന്റെ ഒരു സവിശേഷതയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് മറ്റുള്ളവർക്കും കൂടെ യഹൂദരെ കൊന്നെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ജനാധിപത്യവും അതുപോലെ തന്നെ ഏകാധിപത്യത്തിനും ഉള്ളത്. അതൊന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. The leaders tell the people what to do. The rulers possess all the powers to govern without any consent of the people in dictatorship. Many dictatorships are also totalitarian. Totalitarian governments are the ones that establish total political, social, and cultural control over the government, and are generally headed by a charismatic leader. The dictators may not be fascist. Also, like Mussolini, fascism is the form of right-wing totalitarianism, and that stresses on the subordinate of the individual to advance the interest of the state. ഇനി ടോട്ടാലിറ്റേറിയൻ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇവിടെ അടുത്തത് ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. എ ഗവൺമെന്റ് ഓഫ് ടോട്ടൽ കൺട്രോൾ, അതാണ് ടോട്ടാലിറ്റേറിയത്തിന്റെ ഒരു അർത്ഥം എന്ന് നമുക്ക് പറയാം. ടോട്ടൽ കൺട്രോൾ കൈവശമുള്ള ഒരു ഗവൺമെന്റിനെയാണ് ടോട്ടാലിറ്റേറിയനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടോട്ടാലിറ്റേറിയന്റെ അർത്ഥം എന്ന് പറയുന്നത് സമഗ്ര ആധിപത്യമാണ്. അതൊന്ന് എഴുതി വെച്ചോളൂ അതിന്റെ മുകളിൽ. ഇൻ ദ ടോട്ടാലിറ്റേറിയനിസം ഫോം ഓഫ് ഗവൺമെന്റ്, the government takes the total centralized state control, regulates every aspect of public and private life, where in democratic government the people have complete control and the line between the government and
സൊസൈറ്റി. അതായത് പ്രൈവറ്റും പബ്ലിക്കുമായിട്ടുള്ള ഒരു അതിർവരമ്പ് തീർത്തും തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് ടോട്ടാലിറ്റേറിയൻ എന്ന് പറയുന്നത്. അതുകൂടാതെ അത് ഗവൺമെന്റും സൊസൈറ്റിയും തമ്മിലുള്ള അതിർവരമ്പുകളും മായ്ച്ചു കളയുന്നു. There is a defined ideology, a set of beliefs that should be approved by all the citizens. There is a dynamic leader and a single political party to rule the government. അപ്പോൾ ഈ ഒരു ടോട്ടാലിറ്റേറിയത്തിലൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഒരു സിംഗിൾ ഒരു ആളായിട്ടായിരിക്കും, ഒരു ഏക വ്യക്തിയായിരിക്കും ഈ സമഗ്രാധിപത്യത്തിനെ ഒരാളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഏകാധിപതികളിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ആളുകൾ ആ ഒരാളുടെ വാക്കുകളായിരിക്കും മുഴുവനായിട്ട് കേൾക്കുക. പക്ഷെ ജനാധിപത്യത്തിൽ അങ്ങനെയല്ല. ഒരു കൂട്ടം മന്ത്രിമാരുടെ തീരുമാനങ്ങൾ അവര് ഒന്നു ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് മന്ത്രിസഭയൊക്കെ കൂടുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനാണ്. അപ്പോൾ ഒരുപാട് മന്ത്രിമാരെ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട മന്ത്രിമാരാണ് നമുക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ടോട്ടാലിറ്റേറിയത്തിൽ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും അവരുടെ നിയമങ്ങളും അധികാരങ്ങളും എല്ലാം കേന്ദ്രീകരിക്കുക. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടാനുസരണമായിരിക്കും അവിടുത്തെ നിയമങ്ങളൊക്കെ ഉണ്ടാവുക. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. According to Michael Halbert Stern, the two different approaches to the idea of totalitarianism are as follows. First one, liberal approach sees totalitarianism as its own antithesis. According to the definition given by Carl Friedrich, it seems this like kind of perspective in totalitarian dictatorship and autocracy. The approach believes that first, totalitarianism is ruled by force and not by constant and removes all the political freedom. അപ്പോൾ മൈക്കിൾ ഹാൽബർട്ട്സിന്റെ അഭിപ്രായത്തിൽ ഈ ടോട്ടാലിറ്ററിസം എന്താണ്, അതിന്റെ ഐഡിയ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിബറൽ അപ്രോച്ച് സീസ് ടോട്ടാലിറ്ററിസം ആസ് ഇറ്റ്സ് ഓൺ ആന്റിതീസിസ് ആണ്. അതായത് ലിബറൽ അപ്രോച്ചിനെ പോലും എതിർക്കുന്ന രീതിയിലുള്ള ടോട്ടാലിറ്ററിസം ആണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ടോട്ടാലിറ്ററിസം തന്നെ അതിന്റെ വിവിധ വിഭാഗങ്ങൾ ഇവിടെ പറയുന്നത്. ടോട്ടാലിറ്ററിസം ഇസ് റൂൾഡ് ബൈ ഫോഴ്സ് ആൻഡ് നോട്ട് ഓൺലി constant and removes all the political freedom. Totalitarianism tends to break the freedom of consciousness and phobic distributes and ideology that is total and claims to be authoritative for all the areas of individual consciousness. C ആയിട്ട് പറഞ്ഞിരിക്കുന്നത് totalitarianism also breaks the boundaries between the public and the private boundaries by politicizing all the areas of the life of the community. അപ്പോൾ ഈ ബൗണ്ടറീസ്, പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള ബൗണ്ടറീസ് മായ്ച്ചു കളയുന്ന ഒരു വിഭാഗമാണ് ടോട്ടാലിറ്ററിസം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ സെക്കൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ടെറിട്ടോറിയൽ അപ്രോച്ച് ദ ടോട്ടാലിറ്ററിസം ഈസ് സീൻ ആസ് ആൻ ഔട്ട്ഗ്രോത്ത് ആൻഡ് പീക്ക് ഓഫ് ക്രൈസിസ് ഓഫ് മോഡേണിറ്റി. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് പൊസിഷൻ ഈസ് ഹനാ ആർഡന്റ്. Totalitarianism refers to the consequences of a loss of world that is prompted by the critical project of emancipation, modern rationalization, secularization of life and democratic emancipation of the society. അപ്പോൾ അതുകൂടാതെ തന്നെ 3 sections in which it is divided: anti-Semitism, imperialism and totalitarianism. അതായത് നമുക്ക് ഈ ടോട്ടാലിറ്ററിസത്തിനെ തന്നെ 3 ആയിട്ട് തിരിക്കാം. ഒന്ന് ആന്റി സെമിറ്റിസം ആണ്, അത് യഹൂദ വിരുദ്ധമാണ്. അതായത് നമുക്ക് ഹിറ്റ്ലറിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഏകാധിപതിയായിരുന്നു, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളായിരുന്നു, അദ്ദേഹം കടുത്ത വംശീയ അധിക്ഷേപം അല്ലെങ്കിൽ വംശീയതയൊക്കെ കടുത്ത വംശീയ തീവ്രവാദമൊക്കെ വെച്ചു പുലർത്തിയിരുന്ന ഒരാളാണ്. യഹൂദരെ കൂട്ടത്തോടെ കൊന്നെടുക്കാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഒരുപാട് യഹൂദർക്ക് ആ കാലഘട്ടത്തിൽ, അതായത് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇമ്പീരിയലിസം, അതായത് സാമ്രാജ്യത്വവും അതുപോലെ തന്നെ സമഗ്രാധിപത്യവും ഒക്കെ ഈ ടോട്ടാലിറ്ററിസത്തിന്റെ പ്രധാന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രധാന കണ്ടന്റുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ടോട്ടാലിറ്ററിസം ആൻഡ് ഏജൻസി ഓഫ് ഡീസിവിലൈസേഷൻ. സിവിലൈസേഷൻ എന്ന് പറയുന്ന നാഗരികതയാണ്. അപ്പോൾ ഈ ടോട്ടാലിറ്ററിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യം എങ്ങനെയാണ് സിവിലൈസേഷൻ അല്ലെങ്കിൽ നാഗരികതയെ മന്ദീഭവിപ്പിച്ചതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എറിക് ഹൗസ്ബോൺ made a comparison between civilization and barbarism.
and stated that the civilization is the modern times is mainly a matter of the system of ruled and moral behavior, the rationality. The First World War saw the withering away of the civilization started and continued the rise of fascism and Nazism. ഫാസിസവും നാസിസവും ഒക്കെ നാഗരികതയെ ഒരുപാട് പ്രചോദിപ്പിക്കാത്ത ഒരു രണ്ട് ഏകാധിപത്യ സാമ്രാജ്യങ്ങളായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നാഗരികത വളരെയധികം മന്ദീഭവിക്കുകയാണ് ഉണ്ടായത്. അത് വംശീയ അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ രാജ്യത്തെ ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള കാര്യങ്ങളുടെ ഇടയിൽ നാഗരികതയും അല്ലെങ്കിൽ നാഗരിക ആസൂത്രണവും ഒക്കെ വളരെയധികം മന്ദീഭവിച്ചാണ് പൊക്കോണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. ഇനി റൈസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ആണ് ഇവിടെ പറയുന്നത്, പേജ് നമ്പർ 82-ല്. There were rapid changes after the catastrophe of World War I. The shattered and optimism in the West. There are many technological changes and the Great Depression. Europe also saw the rise of authoritarian rule and totalitarian government under different kinds of ideology. In Italy, the Soviet Union and Germany, namely fascism, communism and Nazism in the early 20th century. ഈ ഫസ്റ്റ് വേൾഡ് വാറോട് കൂടി ഒരുപാട് അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയും ഒക്കെ ഉണ്ടായി പല രാജ്യങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഭരണകൂടത്തിന്മേലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഭരണകൂടത്തിന്മേലുള്ള ഒരു വിശ്വാസമൊക്കെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിലൊക്കെ മങ്ങലേൽക്കാനായിട്ട് കാരണമായി. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒക്കെ സമയത്താണ് ഇതുപോലുള്ള ഏകാധിപത്യ സാമ്രാജ്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിനൊക്കെ ശേഷമാണ് ഇതുപോലത്തെയുള്ള ഏകാധിപത്യ സാമ്രാജ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. അതിന്റെ വിവിധ കണ്ടന്റ്സ് ആണ് പറയുന്നത്. ഇറ്റലിയിലും സോവിയറ്റ് യൂണിയനിലും ജർമ്മനിയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഏകാധിപതികൾ ഭരണത്തിൽ വന്നു. അത് ഫാസിസം, കമ്മ്യൂണിസം, നാസിസം എന്നൊക്കെയാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 20th സെഞ്ചുറിയിലാണ് ഇത്തരത്തിലുള്ള ഏകാധിപത്യ സാമ്രാജ്യങ്ങൾ ആവിർഭവിച്ചു വന്നത്. ഇനി ഡിക്റ്ററ്റോർഷിപ്പ് എന്ന് പറയുന്നത് ഏകാധിപത്യമാണ്. ദ ത്രീ ക്ലാസിക് ഡിക്റ്റേറ്റേഴ്സ് ഓഫ് ദ പീരിയഡ് വേർ മുസോളിനി, സ്റ്റാലിൻ ആൻഡ് ഹിറ്റ്ലർ. അപ്പോൾ പ്രധാനപ്പെട്ട ഏകാധിപതികൾ എന്ന് പറയുന്നത് ഒന്ന് മുസോളിനിയാണ്, രണ്ട് സ്റ്റാലിനാണ്, മൂന്നാമത്തത് ഹിറ്റ്ലറാണ്. അപ്പൊ ഈ മൂന്ന് പേരും ഒന്ന് ഓർത്ത് വെക്കാം. ഡിക്റ്ററ്റോർഷിപ്പ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയനിസം എന്നൊക്കെ പറയുമ്പോൾ ഈ മൂന്ന് പേരുകളും ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ബാക്കിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. കാരണം ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം രാജ്യത്തെ അവര് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ അവര് എത്രത്തോളം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ എഴുതാൻ സാധിക്കും. These dictators took all the political powers for himself and made use of the brutal political or military forces in order to maintain that power. They were not held responsible to the will of the people. Some are examples of dictators are Julius Julius Caesar in ancient Rome, Francisco Franco in Spain, and the Fidel Castro in Cuba. അപ്പോൾ അതുകൂടാതെ അതായത് ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും ഒക്കെ കൂടാതെ മറ്റ് ഏകാധിപതികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നുണ്ട്. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഏൻഷ്യന്റ് റോമിലെ അല്ലെങ്കിൽ പുരാതന റോമിലെ ഒരു ആളാണ്, ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ഏകാധിപതിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇനി ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്നതും ഒരു ഏകാധിപതിയാണ് സ്പെയിനിലെ. അതുപോലെ തന്നെ ഫെഡറൽ കാസ്ട്രോ എന്ന് പറയുന്നത് ക്യൂബയിലെ ഒരു ഏകാധിപതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ആളുകളുടെ പേരുകളൊന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ ഏകാധിപത്യങ്ങൾ അല്ലെങ്കിൽ സമഗ്രാധിപത്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കാനും, പിന്നെ ഈ ഏകാധിപത്യത്തിന്റെ പ്രധാന കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാന ആശയങ്ങളും കൂടി ഒന്ന് എഴുതി വെക്കാനും നമ്മൾ പ്രത്യേകം ഓർക്കണം. ഏകാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയും അത് ഒരു ഏക ആധിപത്യം ഉള്ള ആള് അല്ലെങ്കിൽ ഏക നേതാവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങൾ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഏകാധിപത്യ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മുസോളിനിയും സ്റ്റാലിനും ഹിറ്റ്ലറും ഒക്കെ ഏകാധിപതികളായിരുന്നു എന്ന്. അപ്പോൾ മുസോളിനിയുടെ ഒരു ഫാസിസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട് ഏതായിരുന്നു, അദ്ദേഹം തന്റെ ആളുകളോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മുസോളിനി എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് അദ്ദേഹത്തിനോട് കൂടെ ഫാസിസം എന്ന ഒരു വാക്കും കൂടെ ചേർത്ത് നമ്മൾ ഓർത്ത് വെക്കുക. കാരണം ബിനിറ്റോ മുസോളിനി ആണ് ഫാസിസത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫാസിസം കൊണ്ടുവന്നത് ഇറ്റലിയില് മുസോളിനിയാണ്.
അതൊന്ന് ഓർത്ത് വെക്കുക, അതുകൊണ്ട് അടയാളപ്പെടുത്തി വെക്കുക പേജ് നമ്പർ 82. A new leader named Benito Mussolini arose in the Italy in the early 1920s. The promises made by Mussolini inspired the Italians to bring stability and glory to Italy. അപ്പോൾ മുസോളിനി ഒക്കെ അധികാരത്തിൽ വന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒക്കെ ഒരു തകർച്ചയ്ക്കൊക്കെ ശേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒക്കെ ശേഷം ഒരുപാട് തകർച്ചകളും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയൊക്കെ പല രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു. ഇറ്റലിയിലും അതുപോലെയുള്ള സമാന അവസ്ഥ ഉണ്ടായിരുന്നു. മുസോളിനി അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഇറ്റലിയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയും അതുപോലെ തന്നെ തൊഴിലും അങ്ങനെയുള്ള എല്ലാ ഗ്രോത്തും ഒക്കെ ഇറ്റലിക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു വാക്കിന്മേലാണ് മുസോളിനി അധികാരത്തിലേക്ക് വന്നത്. അത് 1920s Mussolini was the son of the socialist blacksmith and a teacher, and had been a socialist in his youth. He negated in idea of socialism for intense nationalism. He also organized veterans and other discontented Italians into the fascist party in the year 1990. The name is derived from the Latin fascis, which means the bundle of sticks wrapped around an axe. In ancient Rome, fasces means unity and authority. അപ്പോൾ ഈ ഫാസിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചത് 1990-ലാണ്. അതുപോലെ തന്നെ ഫാസിസം കൊണ്ടുവന്നത് മുസോളിനി ആണെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹം ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിട്ടുള്ള ഒരാളിന്റെയും അതിൽ ടീച്ചറിന്റെയും ഒരു മകനായിരുന്നു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റെ ഒരുപാട് പിന്തുണച്ച ആളായിരുന്നു നമ്മുടെ മുസോളിനി എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെക്കാം. Mussolini was a fiery and charismatic speaker who promised to end corruption and replace turmoil with order and revive Roman greatness. Mussolini organized in supports into combat squads called Black Shirts, who were the party militants who rejected the democratic process in favor of violent action. അപ്പോൾ മുസോളിനിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടയാളികൾ എന്നൊക്കെ പറയുന്നത് ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കോമ്പാറ്റ് സ്ക്വാഡ്സ് എന്നറിയപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന് പടയാളികളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചാരന്മാരായിട്ട് അറിയപ്പെട്ടിരുന്നു. ഈ ചാരന്മാരുടെയൊക്കെ സഹായത്താലാണ് മുസോളിനി തന്റെ ആധിപത്യം ഉറപ്പിക്കുകയും അതുപോലെ തന്നെ ഇറ്റലിയിൽ ഭരണം തുടരാനൊക്കെ അദ്ദേഹത്തെ സഹായിച്ചത് ഈ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു ആർമിയാണ്. അതുകൂടാതെ fascist gangs made use of intimidation of terror to get rid of the elected officials of northern Italy. Most of the Italians accepted these actions as they had lost faith in the constitutional government. അപ്പോൾ ഈ ഫാസിസ്റ്റ് ഗ്യാങ്സിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി. അത് അവരുടെ മുസോളിനിയോടുള്ള പേടി കൊണ്ടും അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്ന രഹസ്യ ചാരന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പട്ടാളക്കാരോടുള്ള ഭയം മൂലവും ഒക്കെ മുസോളിനിയുടെ ആജ്ഞകളൊക്കെ അനുസരിക്കാനായിട്ട് ജനങ്ങൾ നിർബന്ധിതരായി. അതുകൂടാതെ അവർക്ക് ഭരണകൂടത്തിലൊക്കെയുള്ള വിശ്വാസം പതുക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടും കൂടിയാണ് മുസോളിനിയുടെ അവര് അംഗീകരിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആജ്ഞകൾ പിന്തുടർന്നതും ഒക്കെ ഭരണകൂടത്തിന്മേലുള്ള അവരുടെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇൻ ദ ഇയർ 1922 മുസോളിനി ബിക്കം ദ പ്രൈം മിനിസ്റ്റർ. 1922-ലാണ് മുസോളിനി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്തത്. അതിനുശേഷം ഇറ്റലിയിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ ജനങ്ങളുടെ ഒരുപാട് അവകാശങ്ങൾ മുസോളിനി തടഞ്ഞു വെച്ചു. അതുപോലെ ഒരുപാട് കാർഷിക രംഗത്തും മറ്റും അദ്ദേഹം ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു മാസ് മീഡിയയുടെ ഒക്കെ നിയന്ത്രണം വളരെ വലുതാക്കിയിരുന്നു. അതുകൂടാതെ അവർക്ക് ജനങ്ങൾക്ക് സ്വതന്ത്ര ആവിഷ്കാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ മുസോളിനി നിയന്ത്രിച്ചിരുന്നു. നേച്ചർ ഓഫ് ഫാസിസം എന്ന് പറയുന്നത് the term fascism in the general sense is used to describe any centralized authoritarian government which is not communist and whose politically glorify the state over the individual and are destructive to basic human rights. The concept of fascism adopted different meanings on different countries in 1920s and 1930s. അപ്പോൾ 1920s-ലും 1930s-ലും ഫാസിസത്തെ കുറിച്ച് പല രാജ്യങ്ങൾക്കിടയിൽ പല അർത്ഥങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൂടാതെ അതൊരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള കാര്യവും ഒന്ന് ഓർത്ത് വെക്കണം.
Fascism were also undemocratic who refused to faith in reason, equality and liberty. അതുപോലെ തന്നെ ഫാസിസം എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രസി അതായത് ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു ടേം ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. The fascists stressed on the emotions and the supremacy of the state. The fascism restricts the individual freedom which applied to many. അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് അവരുടെ ഇറ്റലിയിലെ ജനങ്ങളുടെ ഫ്രീഡത്തെയൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുകയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയൊക്കെ ഒരുപാട് ഹനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാമ്രാജ്യ ശക്തിയും കൂടിയായിരുന്നു ഫാസിസം എന്ന് പറയുന്നത്. അതുപോലെ മാധ്യമങ്ങളുടെ നിയന്ത്രണം വളരെ വലുതായിരുന്നു. മറ്റുള്ളവരുടെ രാജ്യത്തിലെ അധികാരി അല്ലെങ്കിൽ മുസോളിനിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാർത്തകൾ മാത്രം പുറത്തുവിടാനുള്ള അവകാശം മാത്രമേ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകാധിപത്യം എത്രത്തോളം ക്രുവാലിറ്റി നിറഞ്ഞതായിരുന്നു എന്ന്. ഇപ്പൊ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തില്, ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തില് മാധ്യമങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലിക അവകാശമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള മൗലിക അവകാശങ്ങളുടെയൊക്കെ നിരോധനമാണ് നമ്മുടെ മുസോളിനിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നത്. ഇനി ഫാസിസം കമ്പയർഡ് ടു കമ്മ്യൂണിസം. അപ്പം ഫാസിസം കമ്മ്യൂണിസവുമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫാസിസം വേർ ദ എനിമീസ് ഓഫ് സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. ദ കമ്മ്യൂണിസ്റ്റ് വർക്ക്ഡ് ഫോർ ഇന്റർനാഷണൽ ചേഞ്ച് ബട്ട് ദ ഫാസിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ നാഷണലിസ്റ്റ് ഗോൾ. ഫാസിസ്റ്റ് വേർ ഇൻ ഫേവർ ഓഫ് ദ society which defined classes and found allies among business leaders, wealthy landowners and lower middle class. But the communists support the classes society and gained the support of both the urban and agricultural workers. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസവുമായിട്ട് ഫാസിസത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഫാസിസം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് എതിരായിരുന്നു. അപ്പൊ ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളും തമ്മിൽ അവർ ശത്രുക്കളായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് വർക്ക് ആസ് ഇന്റർനാഷണൽ ചേഞ്ച്. ദ ഫാസിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ നാഷണലിസ്റ്റ് ഗോൾ. ഫാസിസ്റ്റുകൾ നാഷണലിസ്റ്റ് ഗോളിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളും ഇന്റർനാഷണൽ ചേഞ്ചിനെയും കൂടെ ആധാരമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിരുന്നത്. അതുകൂടാതെ നമ്മുടെ ഫാസിസ്റ്റുകളും ബിസിനസ് ലീഡേഴ്സും അതുപോലെ തന്നെ വെൽത്തി ലാൻഡ് ഓണേഴ്സും ലോവർ മിഡിൽ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഒരു സഖ്യകക്ഷി ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് അവര് വർഗരഹിതമായ അല്ലെങ്കിൽ ക്ലാസസിന് എതിരായിട്ട് അല്ലെങ്കിൽ ക്ലാസസ് ഇല്ലാതെ സൊസൈറ്റിയെ മൊത്തത്തിൽ കാണുകയും താഴെ ഗ്രാമീണരുടെയും അതുപോലെ തന്നെ നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട കമ്പാരിസൺ ആണ്. ഇനി സ്റ്റാലിൻസ് ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം മുസോളിനെ കുറിച്ചാണ് പറയുന്നത്, ഫാസിസത്തെ കുറിച്ച്. അത് ഇറ്റലിയിൽ ഉണ്ടായത്. അതിനുശേഷം മറ്റൊരു ഏകാധിപതിയായ സ്റ്റാലിനെ കുറിച്ചാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. Karl Marx made a prediction that under communism and state would eventually diminish, but opposite occurred under Stalin. He turned the Soviet Union into a totalitarian state administered by a powerful and complex bureaucracy. The 5-year plans of Stalin set high production goals and brought all economic activity under the control of the government, which owned all businesses and distributed all resources. The Soviet Union developed a command economy in contrast to the capitalist system, in which government officials made by all basic economic decisions. അപ്പോൾ സ്റ്റാലിനും അതുപോലെ തന്നെ ഹിറ്റ്ലറും അതുപോലെ മുസോളിനിയും ഒക്കെ ഏകാധിപതികളായിരുന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഫാസിസം ഇറ്റലിയിലാണ് ഉണ്ടായതെന്നും അതിന്റെ തലപ്പത്ത് മുസോളിനി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം വളരെയധികം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരാളാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്നു. അതുകൂടാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് സ്റ്റാലിന് അറിയപ്പെടുക. അപ്പോൾ കാൾ മാർക്സിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാൾ മാർക്സിന്റെ ഒക്കെ അഭിപ്രായത്തില് സോവിയറ്റ് യൂണിയനിൽ നമ്മുടെ കമ്മ്യൂണിസം ഒക്കെ ഉണ്ടായപ്പോൾ കമ്മ്യൂണിസം ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസം ഒരിക്കലും ഒരു രാഷ്ട്രത്തെ ശക്തമാക്കിയില്ല എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആയിരുന്നു കാൾ മാർക്സിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റാലിന്റെ ഒരു ഭരണത്തിന് കീഴിൽ
സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വളരെയധികം ശക്തി പ്രാപിക്കുകയും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രമായി മാറുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ അത്രയും ശക്തമാക്കിയത് സ്റ്റാലിന്റെ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ഏകാധിപത്യപരമായ തീരുമാനങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഹി ടേൺഡ് ദ സോവിയറ്റ് യൂണിയൻ ഇൻ ടു എ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ എ പവർഫുൾ ആൻഡ് കോംപ്ലക്സ് ബ്യൂറോക്രസി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്യണം. The mandatory collectivization in agriculture by Stalin led to a lot of disturbance, which the suppressed by the police state. Stalin opinion that the peasants should farm on either state-owned farms or collectives. Example, large farms owned by and operated by peasants as a group. The precious and controlled access to firm supplies were set by the state. അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സോവിയറ്റ് യൂണിയനെ ഏറ്റവും ശക്തമാക്കിയത് നമ്മുടെ സ്റ്റാലിൻ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത്രയും ശക്തമാക്കി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ സ്റ്റാലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള രീതികളൊക്കെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഒരുപാട് സ്വത്തുക്കളൊക്കെയുള്ള ഭൂ ഉടമകളായിട്ടുള്ള ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കൃഷിഭൂമികളൊക്കെ ഗവൺമെന്റിലേക്ക് ചേർക്കുകയും അങ്ങനെയുള്ള ഭൂമി ഒരുപാടുള്ള ഭൂ അധികാരികൾക്കൊക്കെ മറ്റ് രാഷ്ട്രത്തിന്റെ അധീനതയിലുള്ള പറമ്പുകളിൽ പണിയെടുക്കാനായിട്ട് അവരെ നിർബന്ധിതരാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് അവിടുത്തെ ആളുകൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്റ്റാലിന്റെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. There was no free press on and so no safe method of voicing protest and terror was used as the main method against the people and criticized were sent off Gulag, a system of brutal labor camp where many died. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന നിയന്ത്രണം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ മേലെയായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റാലിൻ വളരെ മികച്ച രീതിയിൽ മാധ്യമങ്ങളെ നിയന്ത്രിച്ചു. അതുകൂടാതെ മാധ്യമങ്ങൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റാളുകൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സ്റ്റാലിനെതിരെ തിരിയുകയാണെങ്കിൽ അതിനെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുവാനായിട്ടും ശക്തമായൊരു സംവിധാനം സ്റ്റാലിൻ ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് ഗുലാങ് എന്നറിയപ്പെടുന്ന ഒരു ബ്രൂട്ടൽ ലേബർ ക്യാമ്പിലേക്ക് സ്റ്റാലിന്റെ എതിരാളികളെ അല്ലെങ്കിൽ സ്റ്റാലിന്റെ ഭരണത്തിന് എതിരായിട്ട് പറയുന്നവരെയെല്ലാം അങ്ങോട്ടേക്ക് വിടുകയും അവിടെ ഒരുപാട് ആളുകൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ സ്റ്റാലിൻ എടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വളരെ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഭരണത്തിന്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് മൂലം ഉണ്ടായ ഒരു സവിശേഷതകളും അതുകൂടാതെ അവർ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രത്തെ നിയന്ത്രിച്ചത്, അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിച്ചത് എന്നുള്ള കാര്യങ്ങളും ഓരോ ഏകാധിപതികളെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കണം. അത് അടയാളപ്പെടുത്തിയും കൂടെ വെക്കണം. കാരണം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ സ്റ്റാലിനും അതുപോലെ തന്നെ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫാസിസം എന്താണെന്നും അതുപോലെ തന്നെ സ്റ്റാലിന്റെ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റിനെ കുറിച്ചുമൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഹിറ്റ്ലറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിറ്റ്ലറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഹിറ്റ്ലർ എന്ന് പറയുന്നത് നാസിസമാണ്. അത് ജർമ്മനിയിലാണ് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ആണ്, ഒന്ന് ഓർത്ത് വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക. In the year 1990, Adolf Hitler, who was a German army veteran, joined a small group of right-wing extremists who was a popular leader of the National Socialist German Workers or Nazi Party. Within a year, he failed in gaining power in the year 1923 in Munich and was put behind the bars of treason. The main Kampf in prison, which later became the basic book of Nazi goals and ideology. The book depicted his obsessions like extreme nationalism, racism, and anti-Semitism.
അപ്പോൾ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജർമ്മനിലെ സൈനികനായിരുന്നു. പക്ഷെ അദ്ദേഹം 1919 ഒരു റൈറ്റ് വിങ് എക്സ്ട്രീംസ് ആയിട്ടുള്ള ഒരു നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സിന്റെ ഒരു പാർട്ടിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. പക്ഷെ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കാൻ ഉണ്ടായത്. അപ്പൊ ആ ജയിലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് മൈ സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ബുക്ക്. ദ ഹി മെയിൻ കാംഫെ എന്നറിയപ്പെടുന്ന ഒരു ബുക്കിന്റെ പേര്. അപ്പോൾ ആ ബുക്കാണ് പിന്നീട് നമ്മുടെ നാസിസ്റ്റിന്റെ ഗോൾസും ഐഡിയോളജിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബുക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിക് ബുക്കായിട്ട് പിന്നീട് അറിയപ്പെട്ടത്. ആ ഒരു ജയിലിൽ കിടന്നുകൊണ്ട് ഹിറ്റ്ലർ എഴുതിയിട്ടുള്ള ആ ബുക്കാണ് മൈ സ്ട്രഗിൾ എന്ന് പറഞ്ഞ ആ ബുക്കാണ്. ആ ബുക്ക് എന്ന് പറയുന്നത്, ആ ബുക്കിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഹിറ്റ്ലറിന്റെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയും അതുപോലെ തന്നെ റേസിസം വംശീയതയും അതുപോലെ തന്നെ യഹൂദ വിരുദ്ധതയും ഒക്കെ നമുക്ക് ആ ബുക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നീട് നാസി പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തി പകർന്നത് ആ ഒരു ബുക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. After the defeat of World War I, Hitler argued Germans to unite into one great nation in order to revive the country. അപ്പോൾ വേൾഡ് വാറിന് ശേഷം ഹിറ്റ്ലർ ഒരു വാഗ്ദാനം ജർമ്മനിയിലെ ആളുകൾക്ക് കൊടുക്കുകയാണ്, ജർമ്മനിയിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺട്രി ആക്കി മാറ്റാം എന്നുള്ളൊരു വാഗ്ദാനം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിറ്റ്ലർ അധികാരത്തിലേക്ക് എത്തിയത്. The Great Depression led to the rise of unemployment and there was the growth in the Nazi membership. അപ്പോൾ അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ നഗരത്തിന്റെ ഒരു അവസ്ഥയും ഒക്കെ നമ്മൾ ജർമ്മനിയെ വളരെയധികം തളർത്തിയിരുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും തൊഴിൽ കൊടുക്കാനും രാഷ്ട്രത്തെ വളരെയധികം വിപുലീകരിക്കാനും ഒക്കെയുള്ള ഒരു വാഗ്ദാനത്തിന്റെ പേരിലാണ് ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത്. അതുകൂടാതെ നാസിസത്തിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിതരാകുകയും ഒരുപാട് ആളുകൾ നാസിസത്തില് ചേരുകയും നാസിസ പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. After releasing from the prison, Hitler's program appealed to the veterans and the workers and lower middle class and small town Germans. Hitler made the promises to end the repressions of the war and to create jobs. The conservatives supported him and Hitler was appointed chancellor in 1933. After that, he became a director of Germany and suspended the civil rights. അപ്പോൾ അദ്ദേഹം 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായിട്ട് സ്ഥാനമേറ്റത്. അതുകൂടാതെ അപ്പോൾ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സിവിൽ റൈറ്റ്സ്, അതായത് ജനങ്ങളുടെ പൗരാവകാശങ്ങളൊക്കെ അദ്ദേഹം നിർത്തലാക്കുകയും നിരാകരിക്കുകയും ചെയ്തു. ഹിറ്റ്ലർ ഓൾസോ ഡിസ്ട്രോയ്ഡ് ദ സോഷ്യലിസ്റ്റ് ആൻഡ് ഡിസ്ബാൻഡഡ് അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്. അദ്ദേഹം സോഷ്യോളജിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ പിരിച്ചുവിടുകയും അല്ലെങ്കിൽ ആ പാർട്ടികളെ തകർക്കുകയും അതുകൂടാതെ മറ്റു പാർട്ടികളെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. അതായത് ഒരു പാർട്ടി, നാസിസം എന്ന് പറഞ്ഞ ഒരു പാർട്ടി മാത്രം ജർമ്മനിയിൽ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അതുകൂടാതെ സോഷ്യലിസ്റ്റ് പാർട്ടിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും ഒക്കെ ആ ജർമ്മനിയിൽ നിന്ന് തുടച്ചു നീക്കി അല്ലെങ്കിൽ തകർത്ത് കളയുകയും മറ്റു പാർട്ടികളെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു അദ്ദേഹം. He disbanded other political parties. He made Germany into a one-party state and organized an efficient but brutal system of totalitarian rule. The life of Germans was fully under the control of Nazists, starting from government of religion or to education. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടികളെയൊക്കെ തകർത്ത് കളയുകയും പിരിച്ചുവിടുകയും ചെയ്ത് ജർമ്മനി എന്ന് പറയുന്നത് ഒരു പാർട്ടി മാത്രമുള്ള അല്ലെങ്കിൽ നാസിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റി. അതുകൂടാതെ അവരെ സിവിൽ റൈറ്റ്സിനെ നിരാകരിച്ചു അല്ലെങ്കിൽ നിർത്തലാക്കി. കൂടാതെ അദ്ദേഹം ജർമ്മനിയിലെ ആളുകളെ തന്റെ കൺട്രോളിലാക്കി അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ കൺട്രോളിലാക്കി വെക്കുകയും അതുപോലെ മതം തൊട്ട് വിദ്യാഭ്യാസം വരെ എല്ലാ കാര്യങ്ങളിലും ഹിറ്റ്ലറിന്റെ അല്ലെങ്കിൽ നാസിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും അതുപോലെ തന്നെ പ്രബോധനവും ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നാസിസത്തിന്റെ ജർമ്മനിലെ നാസിസത്തില് ഹിറ്റ്ലർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊന്ന് ഓർത്ത് വെക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. അപ്പോൾ ഈ മൂന്ന്, നാസിസം എന്താണ്, അതുപോലെ തന്നെ ഫാസിസം എന്താണ്, അതുപോലെ തന്നെ സ്റ്റാലിന്റെ ടെറിട്ടോറിയൽ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നാസിസം ഇൻ ജർമ്മനി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഇനി കീ ടെറിറ്റ്സ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ആണ്. അതായത് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, കണ്ടന്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഒരു പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂളിംഗ് ഐഡിയോളജി ആണ്. അപ്പൊ ഭരണ സിദ്ധാന്തം എന്ന് പറയുന്നത്
ടോട്ടാലിറ്റേറിയത്തിന്റെ ഒരു പ്രധാന ആശയമാണ്. അതുകൂടാതെ സിംഗിൾ പാർട്ടി അണ്ടർ ദ ഡൊമിനൻസ് ഓഫ് എ ലീഡർ, ഒരു നേതാവിന്റെ കീഴിലുള്ള ഒരു പാർട്ടിയുടെ ഒരു നിയന്ത്രണത്തിന്മേലായിരിക്കും ആ രാഷ്ട്രം. അതൊരു ടോട്ടാലിറ്റേറിയത്തിന്റെ ഉദാഹരണമാണ്. ഇനി സീക്രട്ട് പോലീസ് അപ്പിയറൻസ് ഉണ്ടാവും. അതുപോലെ ഒരു സീക്രട്ട് പോലീസ്, രഹസ്യ പോലീസുകൾ അല്ലെങ്കിൽ ചാരന്മാരുടെ നിയന്ത്രണം അല്ലെങ്കിൽ ചാരന്മാരുടെ അധിനിവേശമൊക്കെ ഒരു ടോട്ടാലിറ്റേറിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ മീഡിയയ്ക്ക് അവരുടെ സ്വതന്ത്ര ആവിഷ്കാരം നടത്താൻ സാധിക്കുകയില്ല. ഓരോ രാഷ്ട്ര ഏകാധിപതികളെയും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെ തന്നെ സ്റ്റാലിനും ഒക്കെ മീഡിയാസിന്റെ സ്വതന്ത്ര ആവിഷ്കാരത്തെയൊക്കെ തടയുകയും മീഡിയാസ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി മീഡിയാസ് ഉപയോഗിക്കുകയും ചെയ്തവരാണ് പല ഏകാധിപതികളും. അതുകൊണ്ട് ഈ കൺട്രോൾ ഓഫ് ദ മീഡിയ എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ആൻ ഇക്കണോമി ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഡയറക്റ്റഡ് ഇൻ നോട്ട് സ്റ്റേറ്റ് കൺട്രോൾ. അപ്പൊ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഇക്കോണമി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് നമുക്ക് ടോട്ടാലിറ്റേറിയത്തിൽ കാണാൻ സാധിക്കും. വേറൊരു ആശയം എന്ന് പറയുന്നത് മോണോപ്പൊളി ഓഫ് ഓൾ വെപ്പൺസ് ആണ്. അതായത് ആയുധങ്ങളുടെ കുത്തക നമ്മുടെ ഏകാധിപതിയായിട്ടുള്ള ഒരു ആൾക്ക് മാത്രമായിട്ട് കേന്ദ്രീകൃതമായിരിക്കും. അപ്പൊ അയാളുടെ അധീനതയിലായിരിക്കും ആയുധങ്ങൾ വരികയും അതുപോലെ തന്നെ ആർക്കൊക്കെ വിതരണം ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഏകാധിപതി ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ടോട്ടാലിറ്റേറിയത്തിന്റെ കീ പോയിന്റ്സ് ആണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 85 ഫസ്റ്റ് കൊടുക്കുന്നത് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ആർ ദ ഫോളോസ് ആണ്. അപ്പോൾ ഈ മെയിൻ ഫീച്ചേഴ്സ് ടോട്ടാലിറ്റേറിയനിസം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ലീഡർ ആണ്. അതായത് ചലനാത്മകതയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടാലിറ്റേറിയത്തിന്റെ അല്ലെങ്കിൽ സമഗ്രാധിപത്യത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്, ഒരു പ്രധാന ഫീച്ചറാണ്. The head of the totalitarian government should be a dynamic leader who can build support for his politics and justifies his actions. The leaders tend to provide a sense of security and to give them the direction for the future. These leaders also unite people, symbolize governments and uplift popular support through force of will. These leaders also make use of the secret police to destroy opposition and develop a sense of fear among people. അപ്പൊ ഡൈനാമിക് ലീഡറിന്റെ തന്റെ പ്രവർത്തനങ്ങൾ തന്റെ നിയമങ്ങളൊക്കെ ഒരു ജസ്റ്റിഫൈ നീതീകരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവും കാര്യങ്ങളും ആ ഒരു ടോട്ടാലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യ നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമഗ്ര ഏകാധിപത്യ അല്ലെങ്കിൽ ഏകാധിപതിയായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും എല്ലാവരെയും മനസ്സിലാക്കാനും മറ്റു ചാരന്മാരിലൂടെയൊക്കെ തങ്ങളുടെ അധികാരം പിടിച്ചു നിർത്താനും ഒക്കെ കഴിവുള്ളവരായിരിക്കണം ഒരു ഡൈനാമിക് ലീഡർ എന്ന് പറയുന്നത്. ഒരു പ്രധാന ഫീച്ചറാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് ഫീച്ചറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിക്റ്ററ്റോർഷിപ്പ് ആൻഡ് വൺ പാർട്ടി റൂൾ ആണ്. ഇപ്പൊ ഏകകക്ഷി ഭരണമായിരിക്കും ടോട്ടാലിറ്റേറിയത്തിന്റെ അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയൻ ഭരണത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡിക്റ്ററ്റോർഷിപ്പ് ആൻഡ് വൺ പാർട്ടി റൂൾ, അതായത് ഏകാധിപത്യവും ഒരു പാർട്ടി നേതൃത്വവും ഒക്കെ അത് സമഗ്രാധിപത്യമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകളാണ്. The dictator and his party have an absolute authority and control over the government. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിറ്റ്ലറൊക്കെ മറ്റു പാർട്ടികളെയൊക്കെ തുടച്ചു നീക്കുകയും തന്റെ പാർട്ടി മാത്രം ഒരേക പാർട്ടിയായിട്ട് ജർമ്മനിയിൽ നിലനിർത്തുകയും ചെയ്തെന്ന്. അപ്പോൾ ഇങ്ങനെ ഏകാധിപതികൾ തങ്ങളുടെ പാർട്ടിനെ മാത്രം നിലനിർത്തുകയും മറ്റു പാർട്ടികളെ അടിച്ചമർത്തുകയും ചെയ്യാറുണ്ട്. അതുകൂടാതെ ഈ ഒരു പാർട്ടി ആയിരിക്കും മറ്റു ആളുകളെ നിയന്ത്രിക്കുകയും മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു പാർട്ടി ആയിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നതും സമഗ്രാധിപത്യത്തിന്റെ മറ്റൊരു പ്രധാന ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാം. മൂന്നാമതായിട്ട് പറയുന്ന ഐഡിയോളജിയാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഐഡിയോളജി എന്ന് പറയുന്നത് പ്രത്യയ ശാസ്ത്രമാണ്. ഐഡിയോളജി ഈസ് ദ നെസസിറ്റി ഓഫ് ടോട്ടാലിറ്റേറിയൻ അക്കോർഡിംഗ് ടു ദ ലൂയിസ് ആൾത്തേഴ്സ്. The ideology is the concept for grasping how societal arrangements and encouraged and reproduced in the daily lives of people and mainly for addressing many forms of political domination in the totalitarian region. The objective of the state are sent in accordance
with the ideology of the party in power and dignifies the aims of the state and justifies government actions. അപ്പൊ ഐഡിയോളജി എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഒരു മികച്ച പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സമഗ്രാധിപത്യത്തിന് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഒരു നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഒരു ഏകാധിപത്യ സമൂഹത്തിലെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഡിഫൈൻ ദ ബേസിക് ലിബർട്ടീസ് to the citizens and demands loyalty and to look for the personal sacrifices for the good of the state. അപ്പോൾ അതുകൂടാതെ സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് സൊസൈറ്റി, അപ്പൊ സൊസൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയത്തിന്റെ ഒരു പ്രധാന ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അത് the state controls every institution and organization of the society like business, labor, housing, education, religion, arts, youth groups and also personal life. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സൊസൈറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോട്ടാലിറ്റേറിയത്തിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് സിക്സ്ത് ഫീച്ചർ എന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജീസ് ആണ്, അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ. In today's world, the modern technologies in an important aspects of all kinds of government, but in the 20th century, the widespread use of mass communication made it possible to reach all the aspects of the lives of the citizens. A totalitarian government make use of mass communication technology in order to spread propaganda, and it is possession of advanced military weapons to control and dominate its region. ഇപ്പോൾ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതും ഈ ടോട്ടാലിറ്റേറിയൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം ആധുനിക സാങ്കേതികതയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു സാമ്രാജ്യത്തെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏകാധിപത്യപരമായ ആശയങ്ങളും മറ്റും മറ്റു ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് കഴിവുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയും ഒക്കെ നമ്മുടെ ടോട്ടാലിറ്റേറിയത്തിന്റെ അജണ്ടകളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റു ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നതും ടോട്ടാലിറ്റേറിയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചർ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് എൻഫോഴ്സ്മെന്റ് ആണ്. അതായത് ഈ ഓരോ നടപടികളും നടപ്പിലാക്കി എടുക്കുക എന്ന് പറയുന്നതും ടോട്ടാലിറ്റേറിയത്തിന്റെ മറ്റൊരു പ്രധാന ഫീച്ചർ ആണ്. The most important feature of the totalitarian government is the use of violence. The ideology and dictats are administered by various methods such as police, torture, in traditional censorship and persecution. മോഡേൺ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ടോട്ടാലിറ്റേറിയത്തിന്റെ ഫീച്ചർ ആണ്. അപ്പൊ അതിൽ ഉൾപ്പെടുന്നതാണ് പോലീസ് ടെററും അതുപോലെ തന്നെ ഇൻഡോക്ട്രിനേഷനും പ്രൊപ്പഗണ്ട ആൻഡ് സെൻസർഷിപ്പും അതുപോലെ തന്നെ റിലീജിയസ് ആൻഡ് ഓർ എത്നിക് പെർസെപ്ഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ആയിട്ട് ടോട്ടാലിറ്റേറിയത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഹെഡിങ്സും അതിന്റെ വിശദാംശവും ഒന്ന് പഠിച്ചു വെക്കുക. ടോട്ടാലിറ്റേറിയസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എഴുതി വെക്കുമ്പോൾ ഈ ഒരു ഫീച്ചേഴ്സും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ടോട്ടാലിറ്റേറിയസം എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം എഴുതി വെക്കണം. ഒരു ഏകാധിപത്യ സമൂഹത്തെയാണ് നമ്മൾ ടോട്ടാലിറ്റേറിയൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ മുസോളിനിയെ കുറിച്ചും ഹിറ്റ്ലറിനെ കുറിച്ചും സ്റ്റാലിനെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ഇതിന്റെ കൂടെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ജൂലിയസ് സീസറിനെ കുറിച്ചും അതുപോലെ ക്യൂബയിലെ ആളുകളെ കുറിച്ചും ഏകാധിപതികളായ മറ്റാളുകളെ കുറിച്ചും ഒക്കെ ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ അവിടെ ടോട്ടാലിറ്റേറിയത്തിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ കുറിച്ചും നാസിസവും ഫാസിസവും ഒക്കെ ഈ ടോട്ടാലിറ്റേറിയസം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഇപ്പൊ ടോട്ടാലിറ്റേറിയസം എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ നിന്ന് വാട്ട് ഈസ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഈ ടോട്ടാലിറ്റേറിയസം എന്താണ്, അതുപോലെ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് 1 by 1 ആയിട്ട് എഴുതി വെക്കാൻ സാധിക്കും. ഇപ്പൊ ഫീച്ചേഴ്സ് ആണെങ്കിൽ എഴുതാം. അതുകൂടാതെ നാസിസം എന്താണ്, ഫാസിസം എന്താണെന്നുള്ള കാര്യവും എഴുതി വെക്കാൻ പറ്റും.
മുസോളിനിയുടെയും ഹിറ്റ്ലറിന്റെയും ഒക്കെ ഭരണ പരിഷ്കാരങ്ങൾ, ഭരണ സംവിധാനങ്ങളും അവരെങ്ങനെയാണ് സമൂഹത്തെ, സൊസൈറ്റിനെ ഒക്കെ കൺട്രോൾ ചെയ്തത് എന്നുള്ള കാര്യവും നമുക്ക് ഈ ടോട്ടാലിറ്റേറിസം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. അതുകൂടാതെ ഡിസ്കസ് ദ എമർജൻസ് ഓഫ് നാസിസം ഇൻ ജർമ്മനി, അത് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ടും ഈ ടോട്ടാലിറ്റേറിയനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഒക്കെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും പഠിക്കുകയും ചെയ്യണം. ടോട്ടാലിറ്റേറിയനിസം എന്താണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഡു യു നോ അബൌട്ട് ഫാസിസം ഇൻ ജർമ്മനി, ജർമ്മനിയിലെ ഫാസിസം എന്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, എഴുതി വെക്കുകയും ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു 8th ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് കാണാൻ പോകുന്നത് 9th ചാപ്റ്റർ ആണ്. 9th ചാപ്റ്റർ പേജ് നമ്പർ 98-ലാണുള്ളത്. അപ്പൊ ഡെമോക്രാറ്റിക് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. 9th ചാപ്റ്ററിന്റെ പേര് ഡെമോക്രാറ്റിക് ആണെന്നാണ്. ഡെമോക്രാറ്റിക് എന്താണ്? ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്, നമ്മൾ ടോട്ടാലിറ്റേറിയനിസത്തെ കുറിച്ച് പറഞ്ഞു, അത് സമഗ്രാധിപത്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ നേരെ എതിരാണ് ഇതിവിടെ പറയുന്നത്. ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ജനാധിപത്യ പ്രദേശങ്ങളെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരുപാട് അവകാശങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ അവിടുത്തെ പൗരന്മാർക്ക് ജനാധിപത്യ സമൂഹങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ സമൂഹമാണ് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരുപാട് മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ചേർന്ന് നയങ്ങളും തീരുമാനങ്ങളും എടുക്കുന്ന, അതുകൂടാതെ നമ്മുടെ ആളുകൾക്ക് വോട്ടവകാശമുള്ള അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആളുകൾ നിങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ശക്തമായ ജുഡീഷ്യറി ഒക്കെയുള്ള രാജ്യങ്ങളെയാണ് ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുക. അപ്പോൾ this chapter deals with the democratic political system which organized the meaning of the concept of democracy. There are a few elements included in the democratic political system. This chapter explains these elements and highlights on the ideology, the structure and functions, the political process, and the basis of legitimacy of a political system. The chapter also deals with the various components of democratic political system. The functions of modern government are rule making, rule application, and rule adjunctions, about which we will study in this chapter. Max Weber opinion that there were 3 ways of legitimating authority. Example, traditional, charismatic, and legal rational ways. They are covered in detailed in this chapter. അപ്പോൾ ഡെമോക്രാറ്റിക് സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റി അവരുടെ അധികാരങ്ങൾ യൂസ് ചെയ്യുന്നത്, അവിടെ ഏതൊക്കെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളാണുള്ളത്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സമൂഹത്തില് നമ്മുടെ പൗരന്മാർക്ക് ഡെമോക്രാറ്റിക് സൊസൈറ്റി നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സ് വെബറിന്റെ ഒപ്പീനിയൻസ്, ഡെമോക്രസിയെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം 3 തരത്തിലാണ് നമ്മുടെ ഡെമോക്രസിയുടെ അതോറിറ്റിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ ആണ്, മറ്റൊന്ന് കരിസ്മാറ്റിക് ആണ്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ലീഗൽ റാഷണൽ രീതിയിലാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്നാണ് ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് us study about the democratic political system with the development of the industrial social system and the rise of ideologies of freedom, equality, and individualism. These ideologies lead to the development of the democratic political system. The development of the industrial social system and capitalism lead to the replacement of the medieval monarchy by the modern democratic political system. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് പിന്തുടരുന്നത്. ഇന്ത്യയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഡെമോക്രാറ്റിക് സൊസൈറ്റീസിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഏകാധിപത്യ സമൂഹങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങുകയും അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം അവസാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ ഈ ഏകാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ ഏകാധിപത്യ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമഗ്രാധിപത്യം ഒക്കെ നിലനിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഭരണാധികാരികളുണ്ട്. അതുപോലെ തന്നെ രാജവാഴ്ചയൊക്കെ നിലനിൽക്കുന്ന ചില സമൂഹങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ കൂടുതലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടെ
ലോകത്ത് കൂടുതലുള്ളത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സൊസൈറ്റി അവിടുത്തെ അംഗങ്ങൾക്ക് നൽകുന്ന പിന്തുണയെ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്ക് നൽകുന്ന പരിഗണനയൊക്കെയാണ്. അതുകൂടാതെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ജനങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റി കൂടുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വരാനായിട്ട് കാരണമായത്. This emphasizes of the system which was the principle of minimum individual freedom of the principles of minimum interference by the state. The 19th and 20th century, the industrialized capitalist state seized the primitive and agrarian parts of the world and converted them into their markets. These states are called as the capitalistic imperialistic states, and 2 world wars were caused because of the mutual competition and the capitalist and the imperialist state. The First World War, which was a war with the Western Allied leaders, could signly that it was fought of make a world safe for democracy. The Soviet Union is no longer considered unsustainable. China is outside the Western orbit, and most of the underdeveloped areas of Africa and South and East Asia have gained independence, and the situations which have led them to become one-party states or system. These countries consider themselves to be democracies. Origin and meaning of the concept of democracy. അപ്പോൾ ഡെമോക്രാസി എന്നുള്ള ഒരു വാക്ക് എങ്ങനെയാണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. Democracy can be defined as the political system that provides for the participation of the citizens in political decision making. This can be done either directly or with the help of the election of the political representatives. Democracy comes from the Greek word demokratia, bring together demo and kartos. We know about that the society should be governed by the people themselves rather than by the emperor, the monarchies, or the unelected dictators. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നുള്ളത് അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടായത്. അത് പേജ് നമ്പർ 96 കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 96 ഒരു സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം 1 വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. പിന്നെ വന്നിട്ടുള്ളത് we know about that the society should be governed by the people themselves rather than by emperors, the monarchs, or the unelected directors. In the ancient Greece, mass democratic participation was practiced, but some important decisions of government were taken by a much smaller group of citizens with special rights not afforded to the rest of the population. Over the years, democratic rule has taken different form at different times and the different societies. At different times, the concept of the people has been confined to the adult man, to the one who want the property, and to male and female adults, but also only those beyond a certain age. അപ്പോൾ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്താണ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. ഒരുപാട് പാർട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്ര സ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്തിൽ നിലനിൽക്കുന്നതാണ് ഡെമോക്രസി പാർട്ടി എന്ന് പറയുന്നത്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ഒക്കെ അവിടുത്തെ ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ജനാധിപത്യ സമൂഹം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് അതുകൂടി എഴുതി വെക്കാൻ സാധിക്കണം. അപ്പൊ അതുകൂടാതെ ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കും ഡെമോക്രാറ്റിക് സൊസൈറ്റീസിൽ. അതുകൂടാതെ നമുക്ക് ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണകൂടം ഒരു കേന്ദ്ര മന്ത്രിമാരടങ്ങുന്ന അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒരു കൂട്ടം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ മാത്രമായിരിക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഒരു നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന മന്ത്രിമാരുടെ ഒരു കൂട്ടമായിരിക്കും നമുക്ക് വേണ്ടി നയങ്ങളൊക്കെ രൂപീകരിക്കുക. അതുകൂടാതെ അധികാര വികേന്ദ്രീകരണവും എന്നൊരു കാര്യവും കൂടെ ഈ ജനാധിപത്യ സമൂഹങ്ങളിലുണ്ട്. കാരണം ഒരാൾക്ക് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും ആ ഒരു സമയത്ത് കഴിയുകയില്ല. ജനാധിപത്യ സമൂഹങ്ങളിൽ ഒരിക്കലും ഒരാൾക്ക് മാത്രമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല. മറ്റു ആളുകളെയും കൂടെ
ആശ്രയിച്ചാണ് ഓരോ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ നയങ്ങളും നിയമങ്ങളും ഒക്കെ രൂപീകൃതമാകുക. അതുകൂടാതെ നമുക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. പ്രസിഡന്റിന്റെ താഴേക്ക് പ്രധാനമന്ത്രി, മന്ത്രിമാരുടെ ഒരു കൂട്ടമായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുടെ കൂട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോ സംസ്ഥാനങ്ങളിലും അതാത് മന്ത്രിമാര് ഭരണം നടത്തും. ആ മന്ത്രിമാരുടെ കീഴിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാവും, താലൂക്കുകൾ പോലെയുള്ള. അതിനുശേഷം ഗ്രാമങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തുകളും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥ വൃന്ദം, IPS, IAS പോലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നിയമങ്ങൾ രൂപീകരിക്കാനും ആളുകളുടെ നിയന്ത്രണത്തിനും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ശിക്ഷകളൊക്കെ നടപ്പിലാക്കാനും ഒക്കെ ഇതുപോലുള്ള അധികാര വികേന്ദ്രീകൃതം ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരാളും ഒരു പരമോന്നത അധികാരിയായിട്ട് നിന്ന് അയാളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല ഓരോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് താഴ്ന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. ആ വൃന്ദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അതുകൂടാതെ നമുക്ക് ശക്തമായ ഒരു ജുഡീഷ്യറി സംവിധാനം നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ സുപ്രീം കോടതി എന്നൊക്കെ പറയുന്നത് വളരെയധികം അധികാരമുള്ള ഒരു ഭരണ വ്യവസ്ഥയാണ്. നമ്മൾ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിലോ മറ്റു കോടതികളിലൊക്കെ നമുക്ക് പരാതി കൊടുക്കാനുള്ള അവകാശം ഓരോ പൗരന്മാർക്കുമുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരുപാട് ഒരു അവകാശങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അവകാശ സ്വാതന്ത്ര്യങ്ങളും ഒക്കെയുള്ള ഒരു ജനവിഭാഗമാണ് ജനാധിപത്യ സമൂഹങ്ങളുടെ കീഴിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നമുക്ക് ടോട്ടാലിറ്റേറിയൻ സൊസൈറ്റീസിനെ അപേക്ഷിച്ച് ജനാധിപത്യ സമൂഹങ്ങൾ എത്രത്തോളം വളരെ വിപുലമാണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതും ഈ ഒരു ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് എന്താണെന്നുള്ള ഒരു വേർഡും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ പ്രത്യേകതകളും നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കാം കേട്ടോ. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും ചോദിക്കുക. നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഇവിടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെമോക്രാറ്റിക് സൊസൈറ്റിനെ കുറിച്ച് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.